ഹേ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണത്. അപ്പം അതിൻ്റെ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകും. അപ്പം ഇന്ന് ഞാൻ ഷോപ്പിങ്ങിനുമാണ്. ഞാനും അമ്മയും അച്ഛനും റെഡിയായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങണുള്ളൂ. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാണ്. അപ്പം ഇനി പോകാനായിട്ട് 3 ദിവസമുള്ളൂ. എല്ലാം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 1 വീക്ക് ലീവ് എടുത്തു. അപ്പം റെഡിയായിട്ട് എല്ലാവരും ഇറങ്ങാണ്, പോവാം. അപ്പോൾ ഗേൾസ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ വേസ്റ്റ് കളയാനായിട്ട് നമ്മളെ കൂടെ ഞാൻ റോട്ടിലേക്ക് വന്നതാണ്. അച്ഛൻ അകത്ത് വണ്ടി എടുക്കുകയാണ്. അങ്ങനെ എന്താ സഫാരി മാളിലെത്തിയിട്ടുണ്ട്. അമ്മയൊക്കെ ഇറങ്ങി. വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് പണി കിട്ടി. വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങി. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. എനിക്ക് സഫാരി, ഞങ്ങളുടെ അടുത്ത സഫാരിയിൽ നിന്ന് എടുത്തതാണ്. ചേച്ചിക്ക് നോക്കാണ്. ചേച്ചിക്കുള്ള ഇവിടെ കുറേ നോക്കുന്നുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്ന അമ്മക്കുള്ള എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കുള്ള ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മക്കാണോ നോക്കാനായിട്ട് കുറേ സമയം വേണ്ടത്. എനിക്ക് ഇവിടെ നിന്ന് എടുത്തില്ല. ചേച്ചിക്ക് ആണ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള സഫാരിയിൽ നോക്കിയപ്പോൾ 3 ടോപ്പ് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഇപ്പോൾ ഇവിടെ അമ്മക്കാണ് നോക്കണത്. ഇവിടെ സഫാരിയിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരണത്. അത്യാവശ്യം വലിയ സഫാരിയാണ്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട്. അമ്മക്ക് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. തിങ്കളാഴ്ച ഞാൻ നാട്ടിലെത്തണത്. ഞായറാഴ്ച രാത്രി ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ നടക്കട്ടെ. ഞാനൊരു ടീഷർട്ട് എടുത്തു. ഇതെനിക്കാണ് എടുത്തത്. എനിക്കിവിടെ, ചേച്ചിക്കും ഇവിടെ. അമ്മ അച്ഛനും അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കുറേ നോക്കി നടക്കുകയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് പോയപ്പോൾ തന്നെ അച്ഛൻ വിളിക്കും, ഇങ്ങോട്ട് വാ, അധികം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ എടുക്കും. ഇവിടെ ഓഫറുണ്ട്. എന്തിൻ്റെ ഓഫറെന്ന് അറിയില്ല, ഓഫറുണ്ട്. അപ്പം ഓഫറിൻ്റെ ടൈമിൽ നമുക്ക് കുറേ കിട്ടുമല്ലോ. അമ്മക്ക് ചുരിദാറിൻ്റെ തുണി നോക്കിയാണ്. ഞങ്ങൾ വേറെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ തന്നെ നിൽക്കുകയാണ്. അമ്മയ്ക്കും ചുരിദാറൊക്കെ എടുത്തു. എനിക്ക് 2 ടോപ്പ് എടുത്തു. ഗൈസ്, അമ്മ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയതാണ്. ഞാൻ ആ സമയത്ത് ഇന്റർവ്യൂ കയറിയതാണ്. അമ്മ ഡ്രസ്സ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മക്ക് ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ജീൻസും ടീഷർട്ട്. ഈ ടീഷർട്ട് ഇവിടെ നിന്ന് എടുത്തതാണ്. കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഇടയ്ക്ക് ഇത് എടുത്തതാണ്. ചിന്തയിൽ ഇറങ്ങിയല്ലേ ഇതിടാന്ന് കരുതി. നാട്ടിലേക്ക് ഇട്ടണ്ട് പോകാനായിട്ടും ഒന്നും എടുത്തിട്ടുണ്ട്. ഇതാണ് അമ്മ എടുത്തത്. വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. മോളിൽ നിന്ന് എല്ലാം മേടിച്ചത് കഴിഞ്ഞ് ഇനി നമുക്ക് താഴേക്ക് പോകാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ബില്ലടിക്കാനായിട്ട് നിൽക്കുന്നു. സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ബില്ലടിച്ചിട്ട് ഇനി താഴെ പോയിട്ട് താഴെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പാലും സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പോകാനായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി വണ്ടി വെക്കാമെന്ന് കരുതിയപ്പോഴാണ് അപ്പം പറഞ്ഞു പോപ്കോൺ മേടിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അമ്മയും പറഞ്ഞു ലാസ്റ്റ് മേടിക്കാമെന്ന്. കാര്യം ഈ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് വേണം പാലും സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് പോയിട്ട് വെച്ചിട്ട് വേണം ഈ സാധനങ്ങൾ മേടിക്കാനല്ലോ. അപ്പോൾ അച്ഛനൊന്ന് വെള്ളം മേടിക്കാനായിട്ട് പോയേക്കാണ്. വെള്ളം മേടിച്ചിട്ട് വണ്ടിയിലേക്ക് ഇത് കൊണ്ടുവയ്ക്കാനായിട്ട് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാള്. നമ്മുടെ വണ്ടി അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുകയാണ്. കുറച്ച് നടക്കാനുള്ളു. തിരിച്ചിട്ട് വേണം എനിക്ക് ഏതാനും. തിരക്കുണ്ട്, ഭയങ്കര തിരക്കുണ്ട്. വെച്ചിട്ട് പോവാം. പോപ്കോൺ കഴിച്ചിട്ട് പോവാന്ന് കരുതി.
ഇവിടെ അച്ഛൻ സംസാരിക്കുന്നത്. പോപ്കോണൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പിന്നെയും പോകും. അകത്തേക്ക് പോകണം. സാധനങ്ങൾ മേടിക്കാനായിട്ട് തിരിച്ച് കയറി. ഇതല്ലേ സൺസ്ക്രീനാണ്. ഇതല്ലേ സോപ്പൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺസ്ക്രീൻ എടുത്തു, വേറെ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് മാത്രം ഞാൻ നോക്കി കിടക്കണേ. ഇവിടുത്തെ സൺസ്ക്രീന് ഫേസ് വാഷ് ഒക്കെ ഞാൻ എടുത്തു. നല്ലതാണ് കേട്ടോ. മാമർത്തിൻ്റെ ഒക്കെയാണ് ഞാൻ മേടിച്ചത്. നല്ലതാണ്. അതിൻ്റെ പോലെ തന്നെ പിന്നെ ഹിമാലയയുടെ ചേച്ചിക്കാണ്. ചേച്ചി എപ്പോഴും എടുക്കണത് ഹിമാലയയുടെയാണ്. ഞാൻ ഇപ്രാവശ്യം വേറെ ഒരെണ്ണം അങ്ങനെ എടുത്തതാണ്. നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എടുത്തതാണ്. അത്യാവശ്യം തിരക്കുണ്ട്. അമ്മ അവിടെ ഡബിൻ്റെ എന്തൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് നോക്കി. ലിപ്സ്റ്റിക്ക് പക്ഷെ അധികം കളക്ഷൻസ് ഇല്ല ഇവിടെ. ലിപ്സ്റ്റിക്ക് ഞാൻ നോക്കി എങ്കിലും പക്ഷെ കിട്ടിയില്ല. ആ പെർഫ്യൂം നമ്മളെടുത്തു. കുറേ നമുക്ക് തന്നു. ഇത് നോക്കിയിട്ട് എടുത്തു. ഞാൻ ഈ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നമൊക്കെ ചിലപ്പോൾ ഉണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഒരു വ്ളോഗ് ഫുൾ വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. പക്ഷേ എൻ്റെ ഫോൺ അത്ര ക്യാമറയൊന്നും ഓക്കെ ആയിരുന്നില്ല. ഏത് എടുക്കണോ എന്നൊരിതായിരുന്നു. പക്ഷേ ഞാൻ എടുത്തു. ഏതായാലും ഷോപ്പിംഗ് അല്ലേ, അപ്പോൾ കുറേ സാധനങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കാനുണ്ടാവുമല്ലോ. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും എടുക്കുക. ഇതോടെ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകണം. അപ്പം ഞായറാഴ്ച ആണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിങ്കളാഴ്ച എത്തും. പക്ഷെ തിങ്കളാഴ്ച 10 മണിയൊക്കെ കഴിയുമ്പോൾ എത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ചൊവ്വാഴ്ച തൊട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങും. പിന്നെ വീഡിയോ ഇടലൊന്നും ഉണ്ടാവില്ല. അച്ഛനൊന്നും തന്നെയില്ല ഇപ്രാവശ്യം. ഞാനും അന്ന് ഇവിടെ തന്നെ തിരിച്ചു പോണത്. അപ്പം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകും. വേറെ എങ്ങും പോകാനില്ല. മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ ട്രേ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും മേടിച്ചു നമ്മുടെ എല്ലാം കഴിഞ്ഞ മേടിച്ച് തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. ഇത് നേരെ റൂമിലേക്ക് പോവുള്ളൂ. എങ്ങും കയറിയില്ല. 11 മണി കഴിഞ്ഞ് കുറച്ചധികം നേരം പിടിച്ച്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴും കുറച്ച് വൈകി. വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് റൂമിലേക്ക് റൂമിൽ വന്നിട്ടോ. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. 12 മണിയായി. ഇനി ഏതായാലും ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. ഇതാ ഇവിടെ ഒരു വാവ നിൽക്കണേ. ഇവിടുത്തെ റൂമിലത്തെ വാവയാണ് കേട്ടോ. ഇങ്ങനെ തിരിച്ച് റൂമിലെത്തിയതാ 12 ആയിട്ടുണ്ട്. വൈകി വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ട്. അമ്മ പുറത്ത് തുണി കഴിക്കണം. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുള്ളൂ. ബൈ.